ഹായ് എവറി വൺ, വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ പലരും പല പ്രോബ്ലംസും ഫേസ് ചെയ്തിട്ട് വന്നവരായിരിക്കും. അതിൽ ഫെയിലിയർ ആയിട്ടുള്ളവരുണ്ടാവും. ഈ ഫെയിലിയർ ആയിട്ട് ഇരിക്കുന്നവർക്ക് എങ്ങനെ അതിൽ നിന്നും റിക്കവർ ആവാം, എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെ തരണം ചെയ്ത് വരാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുന്നവരുണ്ടാവും. അവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒന്നേ ഉള്ളൂ, അത് സമയമാണ്. നമ്മുടെ കഴിഞ്ഞു പോയ സമയം നമുക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള സമയം, ഇനിയുള്ള സമയം നമുക്ക് എങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിജയത്തിലേക്ക് എത്താം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്ന പോലെ ഇരിക്കാം. ചില കാര്യങ്ങൾ നമ്മളിലേക്ക് സമയാസമയത്തിന് എത്തിച്ചേരണമെന്നില്ല. കുറച്ച് വൈകിട്ടായിരിക്കാം ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നവർക്ക് പിന്നെ വിജയത്തിലേക്ക് എത്താൻ വലിയ കാലതാമസം വേണ്ടി വരില്ല. കുറച്ച് വൈകിയാണെങ്കിലും കാര്യങ്ങളെല്ലാം എനിക്ക് അറിയാൻ സാധിച്ചു എന്നുള്ളൊരു മൊമെന്റിൽ ഇരിക്കുന്നവരുണ്ടാവും. അങ്ങനെ ഒരു മൊമെന്റിൽ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ആദ്യമൊന്നും ഈ കാര്യങ്ങളെക്കുറിച്ച് വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത്. എന്ത് കാര്യമായിരിക്കും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്? ലോ ഓഫ് അട്രാക്ഷൻ. അതായത് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് പ്രപഞ്ചം ഒരുക്കി തന്നിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഫോളോ ചെയ്യുന്നതിലൂടെ നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് ലഭിക്കുന്നതാണ്. പക്ഷെ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളൊരു കടമ മാത്രമാണ് നമ്മുടേത്. നമ്മൾ അത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ലൈഫാണ് ചേഞ്ച് ആവാൻ പോകുന്നത്. പരാതി പറച്ചിൽ ഒഴിവാക്കുക. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും മറ്റുള്ളവരെ പഴിചാരിയും നമ്മൾ നമ്മുടെ ലൈഫ് മറ്റൊരാളുടെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരാരും അല്ല നമ്മുടെ ലൈഫിന്റെ ഉത്തരവാദി, നമ്മൾ തന്നെയാണ് നമ്മുടെ ലൈഫിന്റെ ഉത്തരവാദി. എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷന് കാരണം എൻ്റെ ഫാമിലിയാണ്. അവർ എനിക്ക് വേണ്ട പോലെ സപ്പോർട്ട് ചെയ്തു തന്നിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ നടന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. ഞാൻ വേറൊരു നല്ലൊരു കൂട്ടുകെട്ടിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ രക്ഷപ്പെട്ടേനെ. ഇങ്ങനെ പല എക്സ്ക്യൂസും പറഞ്ഞ് നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യല്ലാതെ നമ്മൾക്ക് അതിൽ നിന്നൊരു കാര്യമില്ല. നമ്മളിങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടേയിരിക്കും എപ്പോഴും. എന്തിനാണെന്നൊന്നും അറിയില്ല, പക്ഷെ നമ്മളിങ്ങനെ പല എക്സ്ക്യൂസും പറഞ്ഞുകൊണ്ടേ നടക്കും. ഈ എക്സ്ക്യൂസുകളെല്ലാം മാറ്റി ഇപ്പോഴത്തെ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുക. എൻ്റെ ഈ ലൈഫിൽ ഞാൻ ഇപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റിയും ഞാൻ ഏറ്റെടുക്കുന്നു. എനിക്കിനി മുന്നോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, എനിക്കിതൊന്നൊരു മാറ്റം വേണം എന്ന് മനസ്സിൽ ഉറച്ച് തീരുമാനിക്കുക. അവിടുന്ന് മുതൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. പലരും ഈ തീരുമാനം എടുക്കാൻ വളരെ വൈകി പോകുന്നു എന്നൊരു പ്രശ്നമാണ് ഉള്ളത്. ഈ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു ആവശ്യകത മാത്രമേ നമ്മളിൽ വരുന്നുള്ളൂ. ഈ തീരുമാനം നമ്മൾ സ്വയം എടുക്കണം. ആരുടെയും പുഷിങ് കൊണ്ട് എടുത്തിട്ടൊരു കാര്യമില്ല. സ്വന്തമായിട്ട് നമ്മുടെ മനസ്സിൽ ചിന്തിച്ച് നമുക്ക് ഈ ഒരു തീരുമാനം എടുക്കാനുള്ളൊരു പക്വത എത്തണം. മറ്റൊരാളുടെ വാക്ക് കേട്ടിട്ട് നമ്മൾ ഈ ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അധിക ദൂരം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മൾ പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ പിന്നെയും പഴയതുപോലെ ബാക്കിലോട്ട് തന്നെ പോകും. അതുകൊണ്ടാണ് പറയുന്നത്, സ്വന്തമായിട്ട് ഈ ഒരു തീരുമാനം എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾ ഈ തീരുമാനം എടുക്കുക. കുറച്ചു കാലം മുന്നേ വരെ എൻ്റെ ലൈഫിലും ഇതേപോലെ വളരെ മടിയും അതുപോലെ ഒന്നും നേടാൻ സാധിക്കില്ല എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച് ഞാനൊരു മെൻറ്ററിൻ്റെ കീഴിൽ ഇതിനെക്കുറിച്ച് അറിയാനും മറ്റ് ക്ലാസ്സുകളും എല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് അത് എനിക്ക് ലൈഫിൽ ഓരോ കാര്യങ്ങളും അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് അതിൽ റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. നമ്മുടെ ലൈഫിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ തന്നെയാണുള്ളത്. നമ്മളത് വേണ്ടതുപോലെ ഉപയോഗിക്കാത്തതാണ് നമ്മുടെ പ്രശ്നം. നമ്മളിൽ ഏറ്റവും വലിയൊരു പവർ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വെറുതെ ഇങ്ങനെ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും എത്താനും ഒന്നും നേടാനൊന്നും സാധിക്കില്ല. നമുക്ക് കൃത്യമായ ലക്ഷ്യങ്ങൾ വേണം. ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണോ നേടേണ്ടത്, എന്താണോ നിങ്ങളുടെ ആഗ്രഹം എന്നുള്ളത് കൃത്യമായി സെറ്റ് ചെയ്യുക. നിങ്ങളിൽ എത്ര പേർക്ക് ഈ എഴുതുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് എനിക്കറിയില്ല. കുറച്ച് കാലം മുന്നേ വരെ എനിക്ക് ആ പരിപാടി ഉണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര ഉഴപ്പായിരുന്നു. ലൈഫ് എന്ന് പറയുന്നത് ഉഴപ്പി അങ്ങോട്ട് എങ്ങനെയൊക്കെയോ തള്ളി നീക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. പോണത് അങ്ങനെ പോട്ടെ, ആ ഒരു ഓളത്തിൽ അങ്ങനെ ഞാനും ഒഴുകി പോവായിരുന്നു. പക്ഷെ അതൊന്നും അല്ല ലൈഫ് എന്ന് ഞാൻ അറിഞ്ഞത് സുജാ മാമിൻ്റെ ക്ലാസ്സിലൂടെയാണ്. ആ ക്ലാസ്സിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞതും അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാൻ കഴിഞ്ഞതും അങ്ങനെ ഒരുപാട് മാറ്റം എനിക്ക് ഉണ്ടായത് അവിടെ നിന്നാണ്. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം മനസ്സിലുണ്ടെങ്കിലും അതൊന്നും ഒരിക്കലും നടക്കില്ല എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ ഇരുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായി, ഇതെല്ലാം നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യം തന്നെയാണ്.
പലരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തതാണ് പലരുടെയും പ്രശ്നം. അത് അറിഞ്ഞും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം വളരെ ഈസി ആയിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മളിൽ ഉണ്ടാവും. ജീവിതം നിങ്ങളെ പല ബുദ്ധിമുട്ടുകൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും പരീക്ഷിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയേണ്ടതെന്നറിയോ? ഞാൻ വീണിടത്ത് നിന്നും എഴുന്നേറ്റ് വരുന്നവനാണ്, ഞാൻ വീണിടത്ത് കിടക്കുന്നവനല്ല എന്നൊരു വാക്കാണ് നിങ്ങൾ പറയേണ്ടത്. നല്ലത് ചിന്തിക്കുന്നതിലൂടെ നമ്മുടെ ലൈഫിലേക്ക് നല്ലതാണ് അട്രാക്ട് ചെയ്യപ്പെടുക. നല്ലത് ചിന്തിച്ച് ലൈഫിലേക്ക് നല്ലത് മാത്രം ആകർഷിക്കാം. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.